ഹമാസിനും ഹിസ്ബുള്ളകൾക്കും ഹൂതികൾക്കും ശേഷം ഇറാനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ പ്രസ്താവന ഇപ്പോൾ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയാകർഷിക്കുമ്പോൾ 4 പതിറ്റാണ്ടിലധികമായി ആയത്തുള്ള ഖമേനി എന്ന കണ്ണിൽ ചോരയില്ലാത്ത കൗശലക്കാരന്റെ കരാളഹാസത്തിലമർന്ന് സമസ്ത സ്വാതന്ത്ര്യങ്ങളും നഷ്ടപ്പെട്ട് ലോകമുട്ടുക്കം ഛിന്നഭിന്നമായി പോയ ഇറാൻ പൗരന്മാർക്ക് അത് അതിജീവന പ്രതീക്ഷകളായി മാറുകയാണ്. കാരണം കൂടാതെ തങ്ങളെ ആക്രമിച്ച ഹമാസ് തീവ്രവാദികൾക്കൊപ്പം കൂടി തങ്ങളെ കണക്കറ്റ് പ്രകോപിപ്പിച്ച ഹിസ്ബുള്ളകൾക്കും ഹൂതികൾക്കും ചെല്ലും ചെലവും മാത്രമല്ല കയ്യിൽ ആയുധങ്ങളും വെച്ചുകൊടുത്ത് ചോരക്കളികൾക്ക് പ്രേരിപ്പിച്ചത് ഇറാനാണെന്ന കാര്യം ലോകത്തിന് പകൽ പോലെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഹിസ്ബുള്ളകളെ തൂത്തുകോരുകയും ഹൂതികളെ തവിടുപൊടിയാക്കുകയും ചെയ്യുന്ന ഈ സമയത്ത് കൃത്യമായ പദ്ധതികളോടെ കുറുക്കിക്കൊള്ളുന്ന വാക്കുകളുമായി ഇറാനികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നെതന്യാഹു രംഗത്ത് വന്നത്. തങ്ങളുടെ പൗരന്മാരെ കീഴടക്കാൻ ഉരമ്പെടുന്ന ഇറാന്റെ നേതാക്കന്മാരെ പച്ചയ്ക്ക് തീർക്കുമെന്നും മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിന് എത്തിച്ചേരാൻ കഴിയാത്ത ഒരു സ്ഥലം പോലും ബാക്കിയില്ല എന്നതോർക്കണമെന്നും പറഞ്ഞ നെതന്യാഹു ഒരാഴ്ചക്കിടെ ഹിസ്ബുള്ളകളുടെ നാശം ഏറെക്കുറെ പൂർത്തിയാക്കിയതിനാൽ അവരെ സ്പോൺസർ ചെയ്യുന്ന ഇറാൻ ഞങ്ങളെ തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ്. തീവ്രവാദികളായ കൊലപാതകികളെയും ബലാത്സംഗികളെയും പിന്തുണയ്ക്കുന്ന അവർക്ക് ഇറാൻ ജനതയായ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഒരു ആശങ്കയുമില്ല. എന്നാൽ ഇറാൻ എത്രയും പെട്ടെന്ന് ഈ സ്വേച്ഛാധിപതികളുടെ ഭരണത്തിൽ നിന്ന് മോചിതമാകും, നെതന്യാഹു വ്യക്തമാക്കി. പേർഷ്യൻ ജനതയുടേത് കുലീനമായ ഒരു സംസ്കാരമാണെന്നും എന്നാൽ അവരെ ഇപ്പോഴത്തെ ഭരണകൂടം അഗാധകൂപത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെന്നും ദിവ്യാധിപതികളുടെ വേഷം കെട്ടിവരുന്നവരെ നിങ്ങളുടെ സ്വപ്നം തകർക്കാൻ അനുവദിക്കരുതെന്നും നെതന്യാഹു പറഞ്ഞു. ഈ സംഘർഷങ്ങൾക്കൊടുവിൽ ഇറാൻ സ്വതന്ത്രമാകും. ഇറാനിലെ ഇപ്പോഴത്തെ കിരാതവാഴ്ചകൾക്ക് അറുതി വരും. നിങ്ങൾ വിചാരിക്കുന്നതിലും വളരെ വേഗത്തിൽ ആ നാളുകൾ വന്നുചേരും. അന്ന് പുരാതന ജൂതജനതയായ ഇസ്രായേലും പേർഷ്യൻ ജനതയായ ഇറാനും തമ്മിൽ സമാധാനത്തിലായിരിക്കും. എല്ലാ അരക്ഷിതാവസ്ഥകളും മാറുകയും മുമ്പെങ്കുമില്ലാത്ത വിധം ഇറാൻ അഭിവൃദ്ധിപ്പെടും. നെതന്യാഹുവിന്റെ ഈ വാക്കുകൾ ഇറാനിലെ സമാധാനകാംക്ഷികളായ ജനത ആവേശത്തോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇറാൻ ജനത ഏറ്റവും മികച്ച നേതൃത്വത്തിന് അർഹരാണ്. ആയിരക്കണക്കിന് വർഷത്തെ ചരിത്രമുള്ള ദശലക്ഷക്കണക്കിന് മാന്യരും നല്ലവരുമായ ആളുകളായ നിങ്ങൾക്ക് മുന്നിൽ വളരെ ശോഭനമായ ഒരു ഭാവിയുണ്ട്. നിങ്ങളുടെ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും തകർക്കാൻ ഒരു ചെറിയ കൂട്ടം മാത്രമായ ഈ മതഭ്രാന്തന്മാരെ അനുവദിക്കരുത്. നിങ്ങൾ കൂടുതൽ അർഹിക്കുന്നു. നിങ്ങളുടെ കുട്ടികൾ മികച്ചത് അർഹിക്കുന്നു. ലോകം മുഴുവൻ മികച്ചത് അർഹിക്കുന്നു. ഇറാൻ ജനത അറിയണം, ഇസ്രായേൽ നിങ്ങളോടൊപ്പം നിൽക്കുന്നു. നമുക്ക് ഒരുമിച്ച് സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും ഭാവിയുണ്ടെന്ന നെതന്യാഹുവിന്റെ പ്രസംഗം കേട്ട ഇറാൻ ജനത അടക്കാനാകാത്ത സന്തോഷത്തോടെ കണ്ണീർ പൊഴിച്ചിട്ടുണ്ടാകണം. അത്രയ്ക്ക് ആവേശത്തോടെ തന്നെയാണ് ഇറാൻ ജനത ഈ വാക്കുകൾ സ്വീകരിച്ചതെന്ന് ഉറപ്പാണ്. ഒരിക്കൽ റിസാ ഷാ പഹ്ലവിയുടെ നേതൃത്വത്തിൽ തീവ്ര മതചിന്തകളുടെ അന്ധമായ വേലിക്കെട്ടിനുള്ളിൽ നിന്ന് മോചനം നേടി സാംസ്കാരികമായി ഇറാൻ മുന്നേറുന്നതിനിടയിലാണ് ആയത്തുള്ള ഖമേനി എന്ന മതപുരോഹിതൻ മതതീവ്രവാദത്തിന്റെ വിത്തുകൾ ഇറാൻ യുവതയിലേക്ക് ഇട്ടുകൊടുത്ത് അവരെ ഒന്നിനും കൊള്ളാത്ത തീവ്രവാദികളാക്കി മാറ്റിയത്. അതിനോട് സമരസപ്പെടാതിരുന്നവരെ നിഷ്ഠുരമായി പീഡിപ്പിക്കുകയും സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും മതപോലീസിനെ അഴിച്ചുവിട്ട് ഇറാനികളെ കണ്ണിൽ ചോരയില്ലാതെ തല്ലിച്ചതയ്ക്കുകയും തല്ലിക്കൊല്ലുകയും ചെയ്യുന്ന കിരാതവാഴ്ചയ്ക്ക് തുടക്കമിട്ടു. അതിനോട് ചേർന്നുള്ള ക്രൂരഭരണം തന്നെയാണ് അടുത്തിടെ അന്തരിച്ച മുൻ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും കാഴ്ചവെച്ചത്. ഈ കിരാത കൂട്ടുകെട്ടുകളുടെ വാഴ്ചയുടെ കാലത്താണ് ഇറാനിൽ ഏറ്റവും അധികം തൂക്കിക്കൊലപാതകങ്ങൾ അരങ്ങേറിയത്. ഹിജാബ് തെറ്റായി ധരിച്ചതിന് മതപോലീസ് ചവിട്ടിക്കൊന്ന മഹ്സ അമീനിക്ക് വേണ്ടി തെരുവിലിറങ്ങിയ സ്ത്രീകളും കൊച്ചുകുട്ടികളും അടങ്ങിയ 500-ലധികം ആളുകളെയാണ് അവർ ക്രൂരമായി കൊന്നത്. അവരിൽ പലരും പല രാജ്യങ്ങളിലേക്ക് ഓടിപ്പോയി. അവരാണ് റെയ്സി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചപ്പോൾ പടക്കം പൊട്ടിച്ച് ആഹ്ലാദം പങ്കിട്ടത്. ഇറാനിൽ തുടർന്നവരാകട്ടെ മുല്ലാക്കന്മാരുടെ ഈ സ്വേച്ഛാധിപത്യ ഭരണത്തിന് അറുതി വരുന്നതും കാത്ത് സഹിച്ചു കഴിയുകയും ചെയ്യുന്നു. രാജ്യത്തെ ജനങ്ങൾ പട്ടിണിയും പരിവട്ടവുമായി ഞരങ്ങുമ്പോൾ അവരുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും വേണ്ടി ഒന്നും ചെയ്യാതെ ലെബനനിലും സിറിയയിലും യമനിലും കോടികൾ മുടക്കി തീവ്രവാദികളെ വളർത്തിയ ഈ ഭരണത്തിൽ നിന്നൊരു മാറ്റം എല്ലാ ഇറാനികളുടെയും സ്വപ്നമാണ്. കാലങ്ങൾ നീണ്ട ആ പ്രതീക്ഷയിലേക്കാണ് നെതന്യാഹു ഇപ്പോൾ വെളിച്ചം വീശിയിരിക്കുന്നത്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. സിറിയ, യമൻ, ഇറാഖ് എന്നിവരുൾപ്പെടുന്ന മേഖലയിൽ ഇറാൻ നിർദ്ദേശിച്ച് ആക്കിവെച്ചിരിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകളുടെ കൂട്ടമായ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിനെതിരെ ഇസ്രായേൽ ഇപ്പോൾ ലെബനൻ കേന്ദ്രമാക്കി കനത്ത വ്യോമാക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് തിരിച്ചടിക്കാൻ പോലും നിവൃത്തിയില്ലാതെ അവശേഷിക്കുന്ന ഹിസ്ബുള്ളുകൾ ഇപ്പോൾ നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. യമനിലെ ഹൂതി പാളയത്തെയും തവിട് പൊടിയാക്കി ഇസ്രായേൽ തങ്ങളുടെ ദൗത്യം തുടരുമ്പോൾ ഈ യുദ്ധത്തിന്റെ പുകപടലങ്ങൾക്കപ്പുറത്ത് പ്രതീക്ഷാനിർഭരമായ ഒരു നല്ല കാലം തീവ്രവാദികളെ കൊണ്ട് പൊറുതിമുട്ടിയ ഈ രാജ്യങ്ങളിലെ പാവപ്പെട്ട ഇസ്ലാം ജനതയും സ്വപ്നം കാണുകയാണ്. കാരണം പറയുന്നത് ഇസ്രായേലാണ്, ദൈവത്തിന്റെ സ്വന്തം ജനത. അവർ പറഞ്ഞാൽ ആ വാക്ക് പാലിക്കുക തന്നെ ചെയ്യും.